എം.വി. ഗോവിന്ദന്റെ എ.ഐക്ക് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വലിയ പന്തൽ ന്യായീകരണം. സർക്കാർ സംഗമത്തിൽ ആള് കുറഞ്ഞതായി തോന്നാൻ കാരണം വലിയ പന്തലായതുകൊണ്ടാണെന്ന് പി.എസ്. പ്രശാന്ത്. സംഗമത്തിൽ ആള് കുറഞ്ഞെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം പോസിറ്റീവായി കാണുന്നു. പരിപാടിയിൽ ആളെത്തിയില്ലെന്നത് കുപ്രചാരണം മാത്രമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ ശരണം വിളിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം അപകടകരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി, പ്രചരിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രചാരവേലയുമായി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഉദ്ഘാടന സമ്മേളനം ഗംഭീരമായി. ഉദ്ഘാടനം കഴിഞ്ഞപ്പം സംഘടിപ്പിച്ച സ്ഥലവും സംവിധാനങ്ങളും മോശമായി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ആ നിർദ്ദേശത്തെ വളരെ പോസിറ്റീവായി കാണുന്നു. കാരണം അദ്ദേഹം അതിൽ പങ്കെടുത്തിട്ട് ദേവസ്വം ബോർഡിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞങ്ങൾ പോസിറ്റീവായി കാണുന്നു. ശരിയാണ് ആ പറഞ്ഞത്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു വലിയ സ്റ്റേജാണ് ഞങ്ങളിവിടെ കിട്ടിയത്. കാരണം അവിടെ വരുന്ന ആളുകൾക്ക് ഒരു പരാതി ഉണ്ടാവരുത്, ആരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ ആകരുത്. ആ ഒരു തലത്തിലാണ് ഞങ്ങൾ. പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, വലിയ പന്തലായി പോയതുകൊണ്ട് ആളില്ലെന്ന് നിങ്ങൾക്ക് തോന്നി. അപ്പോൾ ശരിക്കും മറ്റൊരർത്ഥത്തിൽ ഈ ആളൊഴിഞ്ഞ കസേരകളൊക്കെ AI ആണെന്നും കരുതേണ്ടി വരും. അതായത് ന്യായീകരണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽപ്പാണ് പി.എസ്. പ്രശാന്ത്. വലിയ പന്തലായിപ്പോയി എന്ന് പറയുമ്പോൾ അധിക ചെലവായിപ്പോയി എന്ന കുറ്റസമ്മതം കൂടിയാണ്, പാഴ്ചെലവ്. കൃഷ്ണ, തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് വിലയിരുത്തേണ്ടത്. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും വളരെ കൊട്ടിഘോഷിച്ചാണ് ഈ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. സ്റ്റാലിനെ അടക്കം കൊണ്ടുവന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയൊക്കെ ചെയ്തതാണ്. വലിയ രീതിയിൽ CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരുമെല്ലാം ഈ വിഷയത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി വലിയ രീതിയിലുള്ള പരാമർശങ്ങളടക്കം നടത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ സമ്മേളനം നടത്തിയതോടുകൂടി തന്നെ ആളില്ലാത്ത സമ്മേളനമായി മാറി എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം ഇത്തരം ഈ സമ്മേളനത്തിലേക്ക് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ആളുകൾ എത്തുന്നതിൽ വലിയ കുറവ് വരികയും ചെയ്തു. അത് വലിയ രീതിയിൽ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തതോടുകൂടി തന്നെയാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം വലിയ നാണക്കേടിലേക്ക് ചെന്നെത്തുകയും അപമാനം ഉണ്ടാകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി ഇത് AI ആണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ ഒരുപടിയോട് കടന്നുകൊണ്ടാണ് ഈ ദേവസ്വം പ്രസിഡന്റിന്റെ പരാമർശം ഉണ്ടായിരിക്കുന്നത്, പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് പന്തല് വലിയ പന്തലായി പോയി, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആള് കുറഞ്ഞതായിട്ട് തോന്നിയത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പമ്പയിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. നേരെ മറിച്ച് പന്തളത്തോ അല്ലെങ്കിൽ ആളുകൾ എത്തുന്ന സ്ഥലത്തോ വാഹന സൗകര്യമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ആളുകൾ എത്താമായിരുന്നു എന്നും പറയുന്നു. എന്തായാലും വലിയ നാണക്കേട് സംഭവിച്ചിരിക്കുന്ന പിന്നാലെയാണ് അപമാനം. സാമൂഹ്യ മാധ്യമങ്ങളടക്കം വിമർശനങ്ങൾ വളരെയധികം ഉണ്ടാകുന്നു, പരിഹാസങ്ങൾ ഉണ്ടാകുന്നു, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയും സമാനമായ രീതിയിലുള്ള ന്യായീകരണങ്ങളും വാദഗതികളും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ സർക്കാരിന് നാണക്കേട് ഉണ്ടാക്കിയത് ഇതിന് ബദലായിട്ട് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ വലിയ രീതിയിലുള്ള ജനപ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഭക്തജനങ്ങൾ കൂട്ടമായിട്ട് പന്തളത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഗതാഗത സംവിധാനം അടക്കം താറുമാറാകുന്ന രീതിയിലേക്ക് ഭക്തജനങ്ങളുടെ ഒരു കൂട്ടം ഈ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുകയും വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു ശബരിമല കർമ്മസമിതിയുടെ. പ്രശാന്ത്, അതായത് ഈ സംഗമത്തിൽ ആള് കുറഞ്ഞെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം പോസിറ്റീവായി കാണുന്നു. അതേസമയം പരിപാടിയിൽ ആളെത്തിയില്ലെന്നത് കുപ്രചാരണമാണെന്നും പറയുന്നു. ഇതെങ്ങനെയാണ്? വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് കുപ്രചാരണമല്ലേ? അത് പോസിറ്റീവായി കാണുകയും അല്ലാത്തവർ പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും വിളിച്ചു പറയുന്നതുമൊക്കെ കുപ്രചാരണമാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? തീർച്ചയായും മുഖ്യമന്ത്രിയുടെ കാറിലാണ് വെള്ളാപ്പള്ളി നവേശനം ഈ വേദിയിലെത്തിയത്. അതിനു പിന്നാലെയാണ് ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഉണ്ടായത്. കാരണം ആള് കുറഞ്ഞുപോയി, കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്നടക്കമുള്ള ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അത് ആണ് വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് കാണുന്നത്. എന്നാൽ വലിയ രീതിയിൽ മറ്റു വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിനെ കുപ്രചരണമെന്നാണ് പറയുന്നത്. അതായത് ആള് കുറഞ്ഞു പോയി എന്ന സത്യം, യാഥാർത്ഥ്യം വെള്ളാപ്പള്ളി നവേശൻ തന്നെ പറഞ്ഞു. ഈ പരിപാടിയിൽ പങ്കെടുത്ത ആൾ കൂടിയാണ് വെള്ളാപ്പള്ളി നവേശൻ പറയുമ്പോൾ അതിനെ പോസിറ്റീവായിട്ടും, എന്നാൽ മറ്റ് ആളുകൾ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ടായാലും ശരി, അല്ലെങ്കിൽ ശരി, ഈ വിഷയത്തിൽ പറയുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ കുപ്രചരണം എന്ന രീതിയിൽ കൂടി വ്യാഖ്യാനിക്കുന്ന ഒരു സമീപനമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തുണ്ടായത്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ശരി, CPM നേതാക്കളുടെ ആയാലും ശരി, ഇരട്ടത്താപ്പ് സമീപനം എന്നാണ് നമുക്ക് ഇതിനെ പറയേണ്ടി വരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ കൈകൾ ഉയർത്തിക്കൊണ്ട്
ശരണമയ്യപ്പ എന്ന് വിളിച്ചിരുന്നു. ഇത് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ഒട്ടേറെ ഭക്തരടക്കമായിട്ടുള്ള നിരവധി പേർ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാരിന്റെ ആർഭാട സംഗമത്തിൽ ആളില്ലെന്ന പ്രചാരണം കുപ്രചാരണമാണ്. വലിയ പന്തലായതുകൊണ്ടാണ് ആള് കുറഞ്ഞു പോയെന്ന് തോന്നിയത് എന്ന പുതിയ ക്യാപ്സ്യൂൾ ഇറക്കുകയാണ് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.